കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി 48 മണിക്കൂറിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. വലിയ പ്രത്യാശയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP-യും NDA-യും ഇത്തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. നേരിയ മുൻതൂക്കം ഇപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനുമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 10 വർഷത്തെ ഭരണ തകർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു കറുത്ത കുതിരകളാകുമെന്നാണ് BJP-യുടെയും NDA ക്യാമ്പിന്റെയും അവകാശവാദം. എന്നാൽ ഭരണം തുടരും എന്നാണ് ഇടതുമുന്നണി ക്യാമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും മികച്ച മത്സരമാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ വന്ന് കേരളത്തിൽ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഫലം കാണുമെന്ന് നമുക്ക് ബാലറ്റ് തുറന്നാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ആര് ജയിച്ചാലും എന്റെ പ്രഡിക്ഷനാണ്, ആര് ജയിച്ചാലും 70 മുതൽ 85 സീറ്റിൽ അപ്പുറത്തേക്ക്, മാക്സിമം പോയാൽ 85 സീറ്റിൽ അപ്പുറത്തേക്ക് പോകില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ ഇങ്ങ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കേരളം ആർക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ്, തൃക്കരിപ്പൂര്, കാഞ്ഞങ്ങാട്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്താണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നത്. ഇത്തവണ മികച്ച മത്സരമാണ് കാസർഗോഡ് നടക്കുന്നത്. കാസർഗോഡിന്റെ മനസ്സ് കാത്തുവെച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയിൽ ഐക്യ ജനാധിപത്യത്തിന് 5 സീറ്റാണ്. 5-ൽ 5 പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലവിലെ 2 സീറ്റ്, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിലവിലുള്ള 2 സീറ്റ് നിലനിർത്തും. ആ 2 സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. എന്നാൽ ഒരു സീറ്റെങ്കിലും അധികം പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്തുക എന്നുള്ള കാര്യത്തിലേക്ക് എത്താൻ കഴിയൂ. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കുകയും കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കഴിയുമ്പോഴാണല്ലോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താൻ കഴിയുക. തീർച്ചയായും മഞ്ചേശ്വരവും കാസർഗോഡും നിലനിർത്തി അതിനൊപ്പം തൃക്കരിപ്പൂരോ ഉദുമയോ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ. പിന്നെ എവിടെയായാലും വോട്ട് ശതമാനത്തിൽ വോട്ടിൽ മാറ്റം ഉണ്ടാവില്ല. വോട്ടിംഗ് ശതമാനമൊന്നും ഇപ്പൊ ഒരു വോട്ടിന് ജയിച്ചാൽ ജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ജീവൻ മരണ പോരാട്ടത്തിനകത്ത് കാസർഗോഡ് ജില്ലയിൽ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ലക്ഷ്യം. നമുക്ക് മലബാർ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ ഇരിക്കൂറും പേരാവൂരും മാത്രമാണ് ജയിക്കാൻ കഴിയും. ഇത്തവണ ഇരിക്കൂറിനും പേരാവൂരിനും അപ്പുറത്തേക്ക് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ജയിക്കണമെന്ന ഒരു പ്രതീക്ഷയാണ് UDF. അത് മാത്രമല്ല, പേരാവൂരിൽ തീപ്പാറുന്ന മത്സരമാണ് നടക്കുന്നത്. ഇപ്പോഴും ഒരു അഡ്ജ് സണ്ണി ജോസഫിനാണ് എന്ന കാര്യത്തിൽ ഒരു പേരാവൂർ തിരിച്ചു പിടിക്കുമെന്നാണല്ലോ ഇടതുമുന്നണി പറയുന്നത്. തീർച്ചയായും KK ശൈലജ പേരാവൂരിൽ എത്തിയതോടുകൂടി പേരാവൂരിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോഴും അഡ്ജ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, നിലവിലെ MLA KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ്. അവിടെ കണ്ണൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. കൂത്തുപറമ്പ് മഴീക്കോടും പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുകയാണ്. എന്തായാലും അതെല്ലാം നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം പറയും പോലെ നമുക്കൊരു കൃത്യമായി അറിയണമെങ്കിൽ അതെന്തായാലും മെയ് 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. പക്ഷേ നല്ല രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനം നടക്കുന്നു. അത് മാത്രമല്ല, കണ്ണൂരിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. ഒന്ന് പയ്യന്നൂർ, മറ്റൊന്ന് തളിപ്പറമ്പും. ഈ 2ഇടത്തും UDF-ന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മുൻ CPM-ന്റെ നേതാക്കന്മാരാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ പയ്യന്നൂരിലും തളിപ്പറമ്പിലും കഴിയുമോ എന്നും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. തൊട്ടപ്പുറത്ത് വയനാട്ടിലേക്ക് പോകുമ്പോൾ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടകളാണ്. അവിടെ കോൺഗ്രസിന്റെ MLA-മാരാണ്. നേരത്തെ 2011 കോൺഗ്രസ് ജയിച്ചിരുന്ന മാനന്തവാടി തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നാണ്. മാനന്തവാടിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എതിരായി മത്സരിക്കുന്ന നിലവിലെ മന്ത്രി OR കേളുവാണ്. ഉഷയ വിജയനാണ് ഐക്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. മാനന്തവാടിയുടെ മനസ്സ് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴും മികച്ച തീപ്പാറുന്ന പോരാട്ടമാണ് മാനന്തവാടിയിൽ നടക്കുന്നത്. പിന്നീട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കോഴിക്കോടാണ്. കോഴിക്കോടിന്റെ മണ്ണും മനസ്സും കാത്തുവെച്ച് എന്താണ് UDF ക്യാമ്പ് പറയുന്നത്? കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം സീറ്റുകൾ എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയുമെന്നാണ്. നമുക്ക് അത് പോളിംഗ് കൊയിലാണ്ടി കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ്. കോൺഗ്രസ് മാത്രം ജയിച്ചു പോന്നിരുന്ന മണ്ഡലം 2001 വരെ ആണ് അവസാനമായി ജയിക്കുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് നിലം തൊടാതെ തോൽക്കുന്നത്. പിന്നീട് ഇതുവരെ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത സീറ്റാണ്. കൊയിലാണ്ടി തവണ ജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. കൊയിലാണ്ടി പോലെയുള്ള മണ്ഡലങ്ങൾ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഐക്യ മുന്നണിക്ക് ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. കുറെ കാലമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് അവസാനമായി 2001 ശേഷം MLA ഇല്ലാതെ 2026 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത് 5-ൽ കൂടുതൽ സീറ്റുകളാണ്. ഏറ്റവും കുറഞ്ഞ 5 സീറ്റൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അത്ര എളുപ്പമാണ്. നമ്മൾ ആലോചിക്കണം, 2001 ശേഷം ഒരു MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു MLA ഇല്ലാത്ത ഒരു ജില്ലയാണത്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൊടുവള്ളിയും അതോടൊപ്പം വടകരയിലും മാത്രമാണ് 2021 ജയിച്ചു വരാൻ കഴിയുന്നത്. ഇത്തവണ കൊയിലാണ്ടി ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MLA-മാർ തന്നെയാണ് CPM-ന് വേണ്ടി ജനവിധി തരുന്നത്.
കൊയിലാണ്ടിയിൽ MLA വിയോഗത്തെ തുടർന്ന് മുൻ MLA കെ ദാസൻ CPM-ന് വേണ്ടി മത്സരരംഗത്തിറങ്ങുന്നു. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെയാണ് കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുവമ്പാടി വലിയ പ്രതീക്ഷയോടുകൂടി ഐക്യമുന്നണി കാത്തുവെച്ച ഒരു മണ്ഡലമാണ്. അവിടെ എന്തും സംഭവിക്കുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഇപ്പോഴും പറയുന്നു, ഐക്യമുന്നണി പറയുന്നു, വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, അതോടൊപ്പം തന്നെ തിരുവമ്പാടി, കുന്നമംഗലം 8 സീറ്റുകൾ ജയിച്ചു വരാൻ കഴിയുമെന്ന്. 8 സീറ്റുകൾ ജയിച്ചു വരാൻ കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതമായിരിക്കും, വലിയ മുന്നേറ്റമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു 5 സീറ്റ് വരെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. പിന്നീട് മലബാറിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള 16 സീറ്റുകളുള്ള മലപ്പുറത്താണ്. മലപ്പുറത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് നഷ്ടമായ സീറ്റുകൾ നിലമ്പൂരാണ്. ആ നിലമ്പൂർ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കാൻ കഴിയും. തവനൂര്, താനൂര്, പൊന്നാനി. അല്ല, ഞാൻ ചോദിക്കട്ടെ, തവനൂര് ഒരു മാറ്റം. തവനൂര് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പക്ഷേ എതിരാളിയായി KT ജലീലാണ് വന്നിരിക്കുന്നത്. VS ജോയ് നിലമ്പൂരുകാരനാണ്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയായ നിലമ്പൂരിൽ നിന്നും തവനൂരിൽ വന്ന ജോയ് മത്സരിക്കുന്ന ഒരു ചെറിയ ക്ഷീണം ഐക്യമുന്നണിക്കുണ്ട്. കാരണം KT ജലീലിൽ അവിടെ വേറെ കാലമായി MLA ആണ്. പക്ഷേ DCC പ്രസിഡന്റ് എന്ന രൂപത്തിൽ VS ജോയ്ക്കുള്ള ആ താര പൊലിമ അവിടെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ്. തെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ ശ്രദ്ധ നേടിയ ഒരാളാണ്. തീർച്ചയായും ജോയിയുടെ ആ താരപ്പൊലിമ തവനൂരിൽ നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ KT ജലീലിനെ പരാജയപ്പെടുത്താൻ കഴിയും. അവിടെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഐക്യമുന്നണി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തവനൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ VS ജോയിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നിലമ്പൂരിൽ നിന്നും ജോയിയെ അവിടേക്ക് തവനൂരിലേക്ക് കൊണ്ടുവരുന്നത്. KT ജലീലിനെ വിറപ്പിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. തൊട്ടപ്പുറത്ത് പൊന്നാനിയിൽ KPC സെക്രട്ടറി KP നൌഷാദ് അലി മത്സരിക്കുന്നു. പൊന്നാനി പരമ്പരാഗതമായി ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം CPM-ന് കൃത്യമായുള്ള മണ്ഡലമാണ്. നേരത്തെ പഴയ പൊന്നാനിയിൽ MP ഗംഗാധരനെ പോലെ കോൺഗ്രസ് നേതാക്കന്മാർ ജയിച്ചു വന്നിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. പക്ഷേ പൊന്നാനി ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പറയുന്നു. താനൂര് V അബ്ദുറഹിമാൻ തിരൂരിലേക്ക് മാറിയപ്പോൾ താനൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. താനൂര് ഇത്തവണ ഒരു സംശയം വേണ്ട, കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും. അതുകൊണ്ട് മലപ്പുറത്ത് 16-ൽ 15 ഏറ്റവും ചുരുങ്ങിയത് UDF പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ മലബാർ ഇത്തവണ തൂത്തുവാരാൻ കഴിയുമെന്ന് തന്നെയല്ലേ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും? തീർച്ചയായും കോൺഗ്രസിന്റെ പ്രതീക്ഷയും പ്രത്യാശയും മലബാർ തിരിച്ചുപിടിക്കാം, അല്ലെങ്കിൽ മലബാർ എനിക്കൊന്ന് തെക്കൻ ജില്ലകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കൂടുതൽ എനിക്കൊന്ന് ഇടത് കോട്ടകളാണ് തെക്കൻ ജില്ലകൾ എടുക്കുന്നത്. പക്ഷെ മലബാർ എടുക്കുമ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മുൻതൂക്കമുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ ഈ പറയുന്ന 8 സീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആണോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം 2001 ശേഷം ഒരു MLA ഇല്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു MLA സൃഷ്ടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു MLA ഇല്ലാത്ത ഒരു ജില്ലയിൽ നിന്ന് 8 സീറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് 5 സീറ്റൊക്കെ ആയിരിക്കും. പക്ഷെ 16 പിടിക്കുമെന്ന് പറയുമ്പോഴും 16-ൽ 15 പിടിച്ചാൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ മികച്ച വിജയം തന്നെ ആയിരിക്കും. മലബാർ എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മലബാറിന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം, പിന്നീടുണ്ടായ പല വിവാദ പ്രസംഗങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും. അതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായും മലബാർ കോൺഗ്രസ് തൂത്തുവാരും അല്ലെങ്കിൽ ഐക്യമുന്നണി തൂത്തുവാരും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്.